ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് നടന്ന ഫെബ്രുവരി 7 നടന്ന യൂണിവേഴ്സിറ്റി LGS മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എവിടെ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഇതിലെ കോൺസ്റ്റിറ്റ്യൂഷനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ നമ്മളൊരു PYQ സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ ഭരണഘടനയിലെ, അതിലെ സെയിം ക്വസ്റ്റ്യൻസ് ഒരെണ്ണം പോലും പുറത്തുനിന്നില്ല. ഭരണഘടനയിലെ ക്വസ്റ്റ്യൻസ് മുഴുവൻ PYQ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് SCRT എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ട് നോക്കുക, എവിടെ നോക്കിയാണ് PSC ചോദിക്കുന്നത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പഠിക്കുക. പിന്നെ ഇന്നത്തെ എക്സാമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എളുപ്പമായിരുന്നോ എന്ന് ചോദിച്ചാൽ എക്സാം ഹാളിൽ നിന്ന് പുറത്ത് വരുന്ന ഒരാൾക്ക്, പുറത്ത് നിന്ന് ആൻസർ ചെയ്യുന്ന ഒരാൾക്ക് എളുപ്പമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. കാരണം ഒരുപാട് ഇതിലേക്ക് ഫാക്ട്സുകൾ കൂടുതലും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ക്വസ്റ്റ്യൻസ് കൂടുതലും സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ശരിയായവ ഏത്, ശരിയല്ലാത്തവ ഏത്, തെറ്റായവ ഏത്, തെറ്റല്ലാത്തത് ഏത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ എക്സാം ഹാളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. ക്വസ്റ്റ്യൻ ഏതാണെന്ന് മനസ്സിലാക്കി അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ആ ഒരു വാക്ക് തെറ്റായവയാണോ എന്താണ് ചോദിച്ചേക്കുന്നത്. അപ്പം അങ്ങനെ കറക്റ്റായിട്ട് ചോദ്യം വായിച്ച് ആൻസർ എഴുതിയ ആൾക്കാർക്ക് കുഴപ്പമുണ്ടാവില്ല. അല്ലാത്തവർക്ക് ഒരുപാട് നെഗറ്റീവ് മാർക്കിങ്ങിന് സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ നമുക്ക് എന്തായാലും ഡിസ്കസ് ചെയ്യാം, ആൻസേഴ്സ് നോക്കാം. ഐ എം അലീഷ ആൻഡ് വെൽക്കം ടു അലീസീസ് ബൈ അലീഷ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ടെലഗ്രാം ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഓപ്ഷൻ A ആയിട്ട് തന്നെ സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉയർന്ന കോടതി എന്ന് കണ്ടിട്ട് ആരും ചാടി കയറി അത് എഴുതരുത്. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി എന്നുള്ളതാണ് ചോദ്യം. സോ ഓപ്ഷൻ C ഹൈക്കോടതി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. SCRT എന്ന് ചോദിച്ചിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോഴ്സ് ഒക്കെ ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ PYQ സീരീസ് ക്ലാസ് കണ്ടാൽ മതി. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. ഡോക്ടർ BR അംബേദ്കർ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഭരണഘടനാ നിർമ്മാണ സമിതി അല്ല ചോദിച്ചേക്കുന്നത്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ചോദ്യം നോക്കിയിട്ട് ആൻസറിലോട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം, സെയിം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി LGS ലെവലിലും ചോദിക്കുന്നതാണ്. ഇന്ത്യ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത്, ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? നമ്മൾ ചോദിക്കും, അടുത്ത എക്സാമിന് ചോദിക്കും എന്ന് ഉറപ്പായിട്ടും പറഞ്ഞിരുന്ന ക്വസ്റ്റ്യൻസിൽ ഒന്നായിരുന്നു. മൗലികാവകാശങ്ങൾ ആണ് പെടാത്തത്. ബാക്കിയുള്ളതെല്ലാം ഭരണഘടനയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. പരമാധികാരം, റിപ്പബ്ലിക്, സ്ഥിതിസമത്വമെല്ലാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൈസറഹെ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിനെ തിരികെ നൽകാൻ ഇടാക്കിയ സംഭവം ഏതാണ്? 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല തന്നെയാണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര്, അപ്പം നവോത്ഥാനം എന്നുള്ള മേഖലയിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് അല്ലേ. ആരാണ്? അയ്യപ്പൻ എന്നുള്ളതാണ് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര്? ഓപ്ഷൻ A ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കേരള ഹിസ്റ്ററിയിൽ നിന്നും ചോദിച്ചുള്ള ഒരു ചോദ്യമാണ്. തോമസ് ഹാർവേ ബാബർ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ B പുന്നപ്ര വയലാർ സമരം. 1946 നടന്ന സംഭവമാണ് പുന്നപ്ര വയലാർ സമരം. ഓക്കെ, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര്? കേരള ഹൈക്കോടതിയാണ് ചോദിച്ചേക്കുന്നത്. അവിടെയും ട്രാപ്പുകളുണ്ട്. ട്രാപ്പിൽ എക്സാം ഹോളിൽ വീണ് പോയിട്ടുള്ളവരുണ്ടായിരിക്കും. സുപ്രീം കോടതി ഒന്നുമല്ല ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ B ആണ് ആശിഷ് ജിതേന്ദ്ര ദേശായി എന്നുള്ളതാണ്. കറണ്ട് അഫെയറുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല. ഇത് പഠിക്കാൻ എനിക്ക് വളരെ ഈസി ആയിട്ടുള്ളതാണ്. എൻ്റെ സ്വന്തം ജില്ലയായിട്ടുള്ള തൃശ്ശൂരാണ്. എന്നാൽ രണ്ടാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ്? അത് ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ള കോട്ടയം ജില്ലയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കണക്ഷൻസ് വെച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ പഠിക്കാം. സാക്ഷരതാ ജില്ല, സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളത് കൊണ്ട് എക്സാം ഹാളിൽ നമുക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. ചെറിയ കണക്ഷൻസ് ഇട്ട് പഠിക്കുക. ഓക്കെ, ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓപ്ഷൻ A ലാഹോർ കോൺഗ്രസ് സമ്മേളനം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതിൻ്റെ അധ്യക്ഷനാരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ B നിസ്സഹകരണ സമരം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ.
അടുത്തത് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയതാരാണ്? ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്തത് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്. പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആരാണ്? ഓപ്ഷൻ ഡി ആണ്. SCRTയിൽ നിന്ന് ഡയറക്റ്റ് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നവയിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി ക്ലാസ് ചെയ്തിട്ടുണ്ട്, അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിതവാദി അല്ലാത്തവരുടെ കാര്യം അല്ലേ. എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പും ഉണ്ടായിരുന്നു, മോഡറേറ്റ് ഗ്രൂപ്പും ഉണ്ടായിരുന്നു, മിതവാദികളും തീവ്രവാദികളും. തീവ്രവാദികൾ ആരാണ്? ലാൽ ബാൽ പാൽ കൂട്ടുകെട്ടാണ്. അപ്പോൾ അതറിഞ്ഞാൽ തന്നെ അത് എക്സ്ട്രീമിസ്റ്റ് ആണെന്ന് നമുക്കറിയാം, ബാക്കിയുള്ളത് അവോയ്ഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ആൻസറിലോട്ട് എത്താം. ഇവിടെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് ആണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ബാലഗംഗാധര തിലക് എന്ന് പറയുന്നത് തീവ്രവാദ വിഭാഗത്തിൽപ്പെട്ട നേതാവാണ്. ബാക്കിയുള്ളവരാണ് മിതവാദി നേതാക്കളിൽ ഉൾപ്പെടുന്നവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തുകളഞ്ഞ ഭരണഘടനാ ഭേദഗതി. PSCയുടെ സ്ഥിരം PYQ LGS ലെവൽ 44-ാം ഭരണഘടനാ ഭേദഗതി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3 കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയേണ്ട കാര്യമല്ല, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്നതാണ്. ദൗത്യത്തിൻ്റെ റോവറിൻ്റെ പേര് അറിയപ്പെടുന്നത് എന്താണ്? ചന്ദ്രയാൻ 2ൻ്റെയും ചന്ദ്രയാൻ 3യുടെയും റോവർ നെയിമും ലാൻഡർ നെയിമും ഒക്കെ സെയിം ആണ്. സോ അങ്ങനെ അത് പഠിക്കാൻ കുറച്ച് ഈസിയാണ്, അതുകൊണ്ട് അവിടെ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ലാൻഡറിൻ്റെ പേരാണ് വിക്രം എന്നുള്ളത്. ഇവിടെ ചോദിച്ചേക്കുന്നത് റോവറിൻ്റെ പേരാണ്. സോ ഓപ്ഷൻ ബി പ്രഗ്യാൻ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ഓപ്ഷൻ ഡി മലയാളിയായിട്ടുള്ള VP മേനോൻ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. താഴെ പറയുന്നവയിൽ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം ഏത്? ഫ്രാൻസിൻ്റെ കോളനി ആയിട്ടിരുന്നത് ഏതാണ്? പോണ്ടിച്ചേരിയാണ് അല്ലേ. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആര്? KM പണിക്കർ. ഓപ്ഷൻ ഡി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ബി അല്ല, തെറ്റിപ്പോരുത്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ്? റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന SCRT എന്നുള്ള ചോദ്യമാണ്. ഓപ്ഷൻ എ ജർമ്മനി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേരെന്ത്? ചൊവ്വ ദൗത്യം ചോദ്യം എന്താണെന്ന് ചോദിച്ചിട്ട് ആൻസറിലോട്ട് എത്തുക. ചൊവ്വ ദൗത്യത്തിന്റെ പേര് ഓപ്ഷൻ സി മംഗൾയാൻ എന്നുള്ളതാണ്. ആദ്യത്തെ എന്തുവാണ്? സൂര്യനിലേക്ക് എത്തുന്നതാണ് അല്ലേ. ചന്ദ്രയാൻ നമുക്കെല്ലാം അറിയാം ചന്ദ്രനിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ചോദ്യം നോക്കിയിട്ട് ആൻസറിലോട്ട് എത്തുക. അടുത്ത ക്വസ്റ്റ്യൻ, 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏത്? G20 വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ചാടിക്കയറി ഇന്ത്യ കർപ്പിച്ചവരാരൊക്കെയാണ്? 2023 അല്ലേ ഇന്ത്യയിൽ നടന്നേക്കുന്നത്. ഓപ്ഷൻ എ എപ്പോഴും ഒരു ട്രാപ്പാണെന്ന് ആലോചിച്ച് വയ്ക്കുക കേട്ടോ. 2024 ചോദ്യം. ഓപ്ഷൻ ബി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. ചോദ്യം വായിച്ചിട്ട് ആൻസർ എത്തുക. ഇനി കുറേ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ്. കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായി കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. തൃശ്ശൂർ ജില്ലയിൽ ചെറുതുരുത്തിയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ഇസ് ഓൾസോ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജയും ചേർന്ന് രൂപം കൊടുത്തു. എല്ലാം ശരിയാണ്. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത്. എല്ലാം ശരിയാണ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. സാഹിത്യ അവാർഡുകൾ പഠിക്കുമ്പോൾ നിർബന്ധമായിട്ടും പഠിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളതും ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ് ഈ എഴുത്തച്ഛൻ അവാർഡും ഓടക്കുഴൽ അവാർഡും വയലാർ അവാർഡും ഒക്കെ. എഴുത്തച്ഛൻ പുരസ്കാരം SK വസന്തൻ 2023. ചോദ്യം എന്താണെന്ന് നോക്കണം. കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. 2023 വയലാർ അവാർഡ് ലഭിച്ചത് S ഹരീഷിൻ്റെ മീശ എന്ന രചനയ്ക്ക് എന്നുള്ളത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. വയലാർ അവാർഡ് 2023 ലഭിക്കുന്നത് ശ്രീകുമാരൻ തമ്പിക്കാണ്. 2022 ഓടക്കുഴൽ അവാർഡ് അംബിക സുധൻ മങ്ങാട് എന്നുള്ളത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. 2023 ആരാണ്? ഗോപി കൃഷ്ണനാണ്. നമ്മളൊരു കോഡൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. കൃഷ്ണനാണ് ഓടക്കുഴൽ വായിക്കുക. അത് പക്ഷേ 2023 2022 ഓടക്കുഴൽ അവാർഡാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതൊക്കെ എക്സാം ഹോളിൽ തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട് ഈ വർഷമൊക്കെ. 2023 കാണുമ്പോൾ നമ്മളിവിടെ വിചാരിക്കും ഇതും 2023 ചോദിച്ചേക്കുന്നത് എന്ന്. സോ ഇവിടെ എന്തായാലും തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത്. 2 മാത്രമാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 2023 ഓഗസ്റ്റ് 23 ദക്ഷിണ ധ്രുവത്തിൽ സേഫ് ലാൻഡിംഗ് ചെയ്തു എന്നുള്ളത് വളരെ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ചെയർമാൻ മോഹൻകുമാർ അല്ല, ചെയർമാൻ മോഹൻകുമാർ അല്ല അല്ലേ. മലയാളമായിട്ടുള്ള S സോമനാഥാണ്. സോ അതാണ് ഇവിടെ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. ശരിയായതാണ് ചോദിച്ചേക്കുന്നത്. ബാക്കിയെല്ലാം
ശരിയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ലാൻഡറിൻ്റെ പേര് വിക്രം, റോവറിൻ്റെ പേരാണ് പ്രഗ്യാൻ എന്ന് പറയുന്നത്. കറക്റ്റാണ്. 600 കോടിയൊക്കെയാണ് ഏകദേശം വന്നിരിക്കുന്ന എമൗണ്ട്. 615 കോടി എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രി. ശരിയാണ്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഏറ്റവും കൂടിയത് ഹിമാദ്രി. കറക്റ്റാണ്. ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു. അല്ല, മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. സോ അത് തെറ്റാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു എന്നുള്ളത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ 1, 3 ആണ് ശരിയാണ് ചോദിച്ചേക്കുന്നത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എക്സാം ഹോളിൽ ശരിയായത് എന്ന വാക്കിൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്തിട്ടിട്ട് നിങ്ങൾ ആൻസർ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ എക്സാം ഹോളിൽ അവോയ്ഡ് ചെയ്യാം. ഓക്കെ. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ചെറിയൊരു കൺഫ്യൂഷൻ ഈ ഒരു ക്വസ്റ്റ്യനിലുണ്ട്. അതിർത്തി രാജ്യങ്ങൾ എന്ന് പറയുമ്പം ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്നതും സമുദ്ര അതിർത്തി പങ്കിടുന്നതും ഉണ്ടല്ലേ. അങ്ങനെ നോക്കുകയാണെങ്കിൽ 9 രാജ്യമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആൻസറിലോട്ട് എത്തണമെങ്കിൽ കര അതിർത്തി എന്ന് അസ്യൂം ചെയ്തിട്ട് നമുക്ക് ആൻസറിലോട്ട് എത്താം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ PSC എന്താണ് ഫൈനലായിട്ട് ഡിസൈഡ് ചെയ്യാമെന്ന് നമുക്കറിയില്ല. നമുക്ക് എന്തായാലും കര അതിർത്തിയാണ് എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്യുകയാണെങ്കിൽ 7 രാജ്യങ്ങൾ എന്നുള്ളത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബംഗ്ലാദേശുമായിട്ടാണ് ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്നത് എന്നുള്ളത് കറക്റ്റാണ്. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം കര അതിർത്തി പങ്കിടുന്നു എന്നുള്ളത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ലെറ്റ്സ് സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനുമിടയിൽ. ശരിയാണ്. പടിഞ്ഞാറൻ സമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമണ്ടൽ. അല്ലേ, കോറമണ്ടൽ എന്ന് പറയുമ്പോൾ തമിഴ്നാട് ആ പോർഷനൊക്കെ വരുന്നതാണ്. സോ അത് തെറ്റാണ്. ഓപ്ഷൻ 2 മാത്രമാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക. ഞാനത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. LGS ലെവലിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് ഈ ദേശീയ മുദ്ര, ദേശീയ ഗീതം, അങ്ങനത്തെ പൈതൃകം എന്നൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേശീയ കായിക വിനോദം ഹോക്കി. ശരിയാണ്. ദേശീയ പൈതൃക ജീവി ആന. അതും ശരിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം, ദേശീയ ഗാനം എന്ന് കണ്ടിട്ടുള്ളവരുണ്ടായിരിക്കും അല്ലേ. ഗീതം ജനഗണമന എന്നുള്ളത് തെറ്റാണ്. സോ ശരിയാണ് ചോദിച്ചേക്കുന്നത് 1ഉം 2ഉം എന്നുള്ളതാണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ. കുറേ പേര് തെറ്റിപ്പോയവരും ഉണ്ടായിരിക്കും. ഇനിയുള്ള എക്സാംസിന് ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യാം. ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. അയോധ്യ നഗരം സരയൂ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. അഹമ്മദാബാദ്, ഗാന്ധി നഗർ എന്നീ പട്ടണങ്ങൾ സബർമതി, കൊൽക്കത്ത, ഹൗറ നഗരങ്ങൾ ഹൂളി തീരത്താണ്. എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഓപ്ഷൻ D ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങളിൽ ശരിയല്ലാത്തതാണ് ചോദ്യം. തെക്ക് വടക്ക് നീളം 560. ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യകുടം. തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. ശരിയല്ലാത്തത് 2 മാത്രമാണ് ശരിയല്ലാത്തത്. സോ ഓപ്ഷൻ B ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ. ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പെരിങ്ങൽകുത്ത് പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. പെരിങ്ങൽകുത്ത് പെരിയാർ നദിയിലല്ല, ചാലക്കുടി പുഴയിലാണ്. സോ അവിടെ തെറ്റാണ്. ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനത്താണ് ഭാരതപ്പുഴ. ശരിയാണ്. ഏറ്റവും നീളമുള്ള നദി പെരിയാറാണ്. 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്ക് എന്നുള്ളത് ശരിയാണ്. സോ 1ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. സോ ഓപ്ഷൻ A ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തവ. കേരളത്തിലെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിൽ കറക്റ്റാണ്. ഏറ്റവും വലിയ കായൽ അഷ്ടമുടിക്കായൽ എന്നുള്ളത് തെറ്റാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. അതും കറക്റ്റാണ്. ശരിയല്ലാത്തവ ആണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ B ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ആണ്. ശരിയല്ലാത്തവയാണോ ശരിയായവയാണോ ഇത് കറക്റ്റായിട്ട് വായിച്ചിട്ടുള്ള ആൾക്കാർ, കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും നല്ല റാങ്ക് മേടിക്കാനായിട്ട് പോകുന്നത്. അടുത്ത തെറ്റ് പറ്റിയിട്ടുള്ള ആൾക്കാർ ഇനി വരുന്ന എക്സാംസിന് അത് ശ്രദ്ധിച്ചിട്ട് അങ്ങനെയുള്ള മിസ്റ്റേക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാം. ഓക്കെ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. വീണ്ടും കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം താമരശ്ശേരി ചുരം എന്നുള്ളത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട്. 2ഉം 3ഉം ശരിയാണ്. ശരിയായവയാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ B ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക. നീണ്ടകര തിരുവനന്തപുരം തെറ്റാണ്. അഴീക്കൽ കണ്ണൂർ ശരിയാണ്. പൊന്നാനി മലപ്പുറം ശരിയാണ്. കായംകുളം എറണാകുളം തെറ്റാണ്. സോ ശരിയായവയാണ് ചോദിച്ചേക്കുന്നത് അല്ലേ, ശരിയായവയാണ് ചോദിച്ചേക്കുന്നത് 2ഉം 3ഉം. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ. പ്രധാന സ്രോതസ് ജലമാണ്. കേരളത്തിലെ ആദ്യ വൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത ഇടുക്കി ജലവൈദ്യുതിയാണ് ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്നുള്ളതാണ്. എല്ലാം ശരിയാണ്. 38ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ശരിയായവയാണ് ചോദിച്ചേക്കുന്നത്. കരിമ്പുഴ മലപ്പുറം കറക്റ്റാണ്. ചെന്തുരുണി കൊല്ലം എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ചതിൽ തെറ്റായതാണ് ചോദിച്ചേക്കുന്നത്. സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്നു, ശരിയാണ്. ചിവീടുകൾ അപൂർവമായതുകൊണ്ടാണ് നിശബ്ദ താഴ്വര സൈലന്റ് വാലീസ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു, അല്ല അല്ലേ. സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണ്. തെറ്റായത് 3 മാത്രം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ടതിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായത്, പിതാവ് ഗോദവർമ്മ രാജ, ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിത PT ഉഷ, ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ ജിമ്മി ജോർജ്. എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റാണ്. സോ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ്, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. തെറ്റായതാണ് ചോദിച്ചേക്കുന്നത്. ആദ്യത്തെ തെറ്റാണ്. 1992 ആണോ കേരള പഞ്ചായത്തി രാജ് നിയമം പാസ്സാക്കിയതല്ല, തെറ്റാണ്. 941 ഗ്രാമപഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്തും കറക്റ്റാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ആണ്. സോ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1 മാത്രമാണ് തെറ്റ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. കേരള സ്പീക്കർ AN ഷംസീർ ആണ്, കറക്റ്റാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ആണോ? നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ വന്നേക്കുന്നതാണ് അല്ലേ. സോ അത് തെറ്റാണ്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, അത് കറക്റ്റാണ്. സോ 2 മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ക്രിക്കറ്റ് ആണോ? അല്ല. ഓപ്ഷൻ സി ഹോക്കി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആര്? നമ്മളെപ്പോഴും ഈ സയൻസിലോട്ട് വരികയാണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആര്? വളരെ ബേസിക് ആയിട്ട് സയൻസിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓപ്ഷൻ എ ഹെൻറി കാവൻഡിഷ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. നിലവിലെ ISRO ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ബി S സോമനാഥ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേരെന്ത്? സെയിം ക്വസ്റ്റ്യൻ 2 തവണ. റോവറിന്റെ പേരെന്താണ്? ഓപ്ഷൻ ബി പ്രഗ്യാൻ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഭാരത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? ചോദ്യം വായിച്ചിട്ട് അത് വളരെയധികം പേര് ഈ ഒരു എക്സാമിനെ തെറ്റിച്ച ഒരു ആൻസർ ആവാനാണ് സാധ്യത. കാരണം ഭാരം എന്ന് കാണുമ്പോൾ പെട്ടെന്ന് വെയിറ്റ് ആണ്, മാസാണ്, എല്ലാം സെയിം ആണെന്ന് വിചാരിച്ചിട്ട് ഓപ്ഷൻ എയിൽ തന്നെ ചാടാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ ഒരു ട്രാപ്പാണ്. സോ അതല്ല, ഇവിടെ ന്യൂട്ടൺ ആണ് ആൻസർ. വെയിറ്റിനാണ് ചോദിച്ചേക്കുന്നത്. വെയിറ്റ് അല്ലെങ്കിൽ ഭാരം. മാസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പിണ്ഡത്തിൻ്റെ SI യൂണിറ്റ് ആണ് കിലോഗ്രാം. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ന്യൂട്ടൺ ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 25 സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ എത്ര? ഓപ്ഷൻ A 4 എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പ് ഏത്? കാർബൺ 14 എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കുതിരശക്തി എന്നത് ഡാഷ് വാട്ട് ആകുന്നു? കുതിരശക്തി 746 വാട്ട് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 67 ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി ആവിഷ്കരിച്ച പദ്ധതി മാതൃജ്യോതിയാണ് കേട്ടോ. മാതൃജ്യോതി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്ക് എന്നുള്ളതാണ്. ആന്തരിക അവയവം ഒന്നുമല്ല ചോദിച്ചേക്കുന്നത്, അവയവമാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡികൾ കണ്ടെത്തുക. എലിപ്പനി ഫംഗസ് എന്നുള്ളത് തെറ്റായിട്ടുള്ളതാണ്. ക്ഷയം ബാക്ടീരിയ കറക്റ്റാണ്. വട്ടച്ചൊറി പ്രോട്ടോസോവ എന്നുള്ളത് തെറ്റാണ്. നിപ്പ വൈറസ് എന്നുള്ളത് ശരിയാണ്. സോ 2, 4 എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര് അമൃതം ആരോഗ്യം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ.
വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇവിടെ 3 മാത്രം ശരി എന്നുള്ളതാണ്. വായുവിലൂടെ പകരുന്നത് ക്ഷയം, ചിക്കൻ ബോക്സ്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് സിറോഫ്താൽമിയ. സിറോഫ്താലിയ എന്ന രോഗം ഉണ്ടാകുന്നത് ഏത് വൈറ്റമിൻ്റെ അഭാവം മൂലമാണ്? വൈറ്റമിൻ എ അല്ലേ? വൈറ്റമിൻ എയുടെ അഭാവം മൂലമാണ് ഉണ്ടാകുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയതാര്? നേതൃത്വം നൽകിയത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം എന്നതായതുകൊണ്ട് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. എസ് സോമനാഥ് എന്ന് പറയുമ്പോൾ ISROയുടെ ചെയർമാനാണ്. പക്ഷെ നേതൃത്വം നൽകിയത് എന്നുള്ളതുകൊണ്ട് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ ആകാനാണ് കൂടുതൽ ചാൻസ് അതുതന്നെയാണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, 2023 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചതായിരിക്കും. നോബൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും പഠിച്ചല്ലോ. നമ്മൾ കുഞ്ഞെ കണക്ഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്കണോമിക്സ് ഗോൾഡൻ അല്ലാണ്ട് അമേരിക്കൻ വംശജയായിട്ടുള്ള ഗോൾഡൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെലഗ്രാമിലും യൂട്യൂബ് കമ്മ്യൂണിറ്റി ടാബിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ എ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവണത് ചന്ദ്രയാനും ഈ നൊബേലൊക്കെ എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്. G20. സോ കറണ്ട് അഫെയർ ഒക്കെ പഠിക്കുമ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ ഓടക്കുഴൽ, എല്ലാ എക്സാമിനും എല്ലാ ലെവലിൽ വരുന്ന ആൾക്കാരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെച്ചിരിക്കേണ്ടതാണ്. കേരളത്തിൻ്റെ തനതായ നൃത്ത കലാരൂപം ഏത്? ഭരതനാട്യം ആണോ? അല്ല, മോഹിനിയാട്ടം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമ്മ എന്ന നോവൽ എഴുതിയത് ആരാണ്? മാക്സിയിട്ട അമ്മ അല്ലേ? മാക്സിയിട്ട അമ്മ റഷ്യൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നതാണ്. എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആര്? ഓപ്ഷൻ ബി രുചിര കാംബോജ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ തലത്തിൽ, ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനം. ദേശീയ തലത്തിൽ എന്നുള്ളതാണ്. ഇവിടെ നോക്കുമ്പോൾ ലോക്പാലാണ്. ദേശീയ തലത്തിൽ ലോക്പാൽ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ലോകായുക്തയാണ് സംസ്ഥാന തലത്തിലെ. 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഇപ്പോൾ കേരള ഹൈക്കോടതിയും ചോദിച്ചിട്ടുണ്ട്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ചോദിച്ചിട്ടുണ്ട്. ഏതാണ് ആൻസർ? DY ചന്ദ്രചൂഡാണ് അല്ലേ? ഓപ്ഷൻ ബി DY ചന്ദ്രചൂഡ്. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഈ ചോദ്യം. ഇനീഷ്യൽ അടക്കം ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? DY ചന്ദ്രചൂഡിൻ്റെ ഇനീഷ്യൽ അടക്കം ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് പഠിക്കുക. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തി ലെയ്സേ ഫെയർ സിദ്ധാന്തം അല്ലേ? ലെയ്സേ ഫെയർ സിദ്ധാന്തം ആരാണ്? ആഡം സ്മിത്ത് ആണ്. സോ അതിൽ ആൻസർ ഇല്ല. സോ 52ാമത്തെ എന്തായാലും ഡിലീഷൻ ചെയ്യുമായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നത് ഏത് വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീമാണ്? 2023 തീമാണ്. പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഏത്? തക്കാളി അല്ലാത്തതാണ് ഹരിത എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം. അസ്ഥികൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ കാൽസ്യം. കാൽസ്യം ഏതാണ്? കാൽസ്യം ഫോസ്ഫേറ്റ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏതാണ്? കീലസന്ധി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗമാണ് ചെവി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 58ാമത്തെ ക്വസ്റ്റ്യൻ, ശാസ്ത്രീയ നാമം തന്നിട്ടുണ്ട്. ശരിയായ ജോഡികൾ ഏതെല്ലാം എന്നുള്ളതാണ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ജീവികളും ഹൃദയ അറകളും തന്നിട്ടുണ്ട്. അപ്പം അതിൽ ശരിയായ ജോഡി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതായത് പാറ്റയ്ക്ക് എത്ര അറകളാണ്? 13 അറകളാണ് പാറ്റയ്ക്കുള്ളത്. പല്ലിക്ക് എത്ര അറകളാണ്? പല്ലിക്ക് 3 അറകളാണ്. പക്ഷിക്ക് എത്ര അറകളാണ്? പക്ഷിക്ക് 4 അറകളാണ്. മത്സ്യത്തിന് എത്ര അറകളാണ്? 2 അറകളാണ്. മനുഷ്യന് എത്ര അറകളാണ്? ഹൃദയ അറകളാണുള്ളത്? 4 അറകളാണ് അല്ലേ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചതെന്ന്. അപ്പോൾ ഇത് എല്ലാവർക്കും കിട്ടണ ഒരു ചോദ്യമൊന്നുമല്ല, ഒരു PYQ ആണെന്ന് തോന്നുന്നു. 2014 നവംബർ 9 എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ അറിയില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്ലോക്കോമ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഗ്ലോക്കോമ അറിയായിരിക്കും അല്ലേ? കണ്ണിനെയാണ് ബാധിക്കുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചതെന്ന്. ഓപ്ഷൻ എ 2023 സെപ്റ്റംബർ 28 എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗമല്ലാത്തത്? എലിപ്പനി. എലിനെ ബാറ്റ് വെച്ചടിക്കും ബാക്ടീരിയ രോഗമാണ് എലിപ്പനി എന്നുള്ളതാണ് ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത്. എന്തായാലും ബാക്കിയെല്ലാം വൈറസ് രോഗമാണ്, അറിയാമായിരിക്കുമല്ലോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏത്? ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തതാണ് ഓപ്ഷൻ ഡി മലേറിയ എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, മാനസിക രോഗവിമുക്തരായവരുടെ പുനരധിവാസത്തിനുള്ള പദ്ധതിയുടെ പേര്? ഓപ്ഷൻ ബി സ്നേഹക്കൂട് എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ,
കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി സൗത്ത് ആഫ്രിക്ക എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കൊറോണയല്ല ചോദിച്ചേക്കുന്നത്, ഒമിക്രോൺ ആണ് കേട്ടോ. കൊറോണ ആണെങ്കിൽ എവിടെയാണ്? ചൈനയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തവയിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്തത് തിരഞ്ഞെടുക്കുക. നെഫ്രൈറ്റിസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 80ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്തത് മാത്സ് ആണ്. മാത്സിൻ്റെ ആൻസേഴ്സ് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം. ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ട്. മാത്സിൻ്റെ ആൻസർ ഇല്ലാത്തതും അല്ലെങ്കിൽ 2 ആൻസർ വരുന്നതും ഒക്കെ ഉണ്ട്. സോ 81ാമത്തിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 0.064 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് 82ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എത്ര സമയം എടുക്കും എന്നുള്ള ചോദ്യമാണ്. സോ അവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ശരാശരി ഭാരം എത്ര എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടാനുള്ള ഒരു ചോദ്യമാണ്. സോ 85ന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 86ന്റെ ആൻസർ ആയിട്ട് വരുന്നതും ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 87 എത്ര ദൂരം യാത്ര ചെയ്യും എന്നുള്ളതാണ്. 87ന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്തത് 88ാമത്തെ ക്വസ്റ്റ്യൻ. 88ാമത്തെ ക്വസ്റ്റ്യൻ 2 ആൻസർ വരുന്നുണ്ട്, സിയും ഡിയും. സോ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയി പോകുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. 89 എന്നിങ്ങനെ തുടരുന്ന ശ്രേണിയിലെ ആദ്യത്തെ എണ്ണൽ സംഖ്യ പദം ഏത് എന്നുള്ളതാണ് ചോദ്യം. സോ 89ന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 90ാമത്തെ ക്വസ്റ്റ്യൻ്റെ എന്നീ ഭിന്നസംഖ്യകളുടെ ലസാഗു എത്ര എന്നുള്ളതാണ്. സോ അതിനൊരു ആൻസർ ഇല്ല. സോ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 91ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 92ൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 0.222 എന്ന് പറയുന്നതാണ്. അടുത്തത് വരിയിൽ ആകെ എത്ര പേരുണ്ട് എന്നുള്ള രീതിയിലുള്ള ചോദ്യമാണ്. സോ ഓപ്ഷൻ ഡി 37 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 94ാമത്തെ ചോദ്യം, 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ ശരാശരി എത്ര? 94 ഡി 50.5 എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 95ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി 15 ആണ്. 96ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ 6 എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ 97ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് 990 ഓപ്ഷൻ ബി ആണ്. 98ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ 13.4 എന്നുള്ളതാണ്. 99ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഒറ്റയാനെ കണ്ടെത്തുക 164 എന്നുള്ളതാണ്. മാത്സ് അവസാനത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ, 100ാമത്തെ ക്വസ്റ്റ്യൻ അടുത്ത സംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം. സോ 100ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. സോ നമ്മൾ 100 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. സോ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഈ എക്സാമിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കി ഇനി വരുന്ന എക്സാമുകൾക്ക് തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ആനുകാലിക വിഷയങ്ങളൊക്കെ പ്രത്യേകിച്ച് എല്ലാ എക്സാമിനും നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. സോ ആ കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണ് ചോദിക്കുന്നതൊക്കെ മനസ്സിലാക്കിയിട്ട് വെക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.